ये तो नहीं जाने दे रहे। ആ പിന്നെ അറിവിന്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. ഉണ്ട് ഉണ്ട്. എന്നാ പോന്നോളൂ. അല്ലേ ഇതാണോ ഗുരു? ഗുരു പുറത്താണ്. रात को जा रहे हैं। ഇങ്ങോട്ട് പോരേ വരി. सऊदी अरब बोट से कैसे जाएंगे? हैं? समंदर के रास्ते बोल नहीं था। ഇപ്പോഴത്തെ പണിക്കാര് कोई है नहीं उस पे नहीं? ഗഫൂർ കാ ദോസ്ത് എന്ന് പറഞ്ഞാൽ മതി. ബാക്കിയൊക്കെ നമ്മളേറ്റ്. अबे ये तो चला गया, कोई और भी नहीं है साथ में। ഈ ഗഫൂർക്ക മുഖാന്തരം എത്രയെത്ര ആളുകളാ ഗൾഫിൽ പോയി കോടീശ്വരന്മാരായതെന്ന് അറിയോ നിനക്ക്? ആണോ? अकल नहीं है इनमें। ബുദ്ധി നേരത്തെ എന്താടാ തോന്നാത്തത്? എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് ദാസ. കടലിൽ മീൻ പിടിക്കാൻ പോകുന്നവരാ. എണീറ്റാട്ട മക്കളെ. എനിക്ക് സ്ഥലത്തിക്കണേ. സ്ഥലത്തി हम पहुंच गए। हैं? उसको सो गए। सच में पहुंच गए। നല്ല കാര്യത്തിന് പറ്റിയ നേരം പരവരാ വെളുക്കുന്നേ ഉള്ളൂ. ഇനി വൈകണ്ട. ചാടി जंप करने के लिए बोल रहा हूँ। अबे दुबई में कहाँ है? നമുക്ക് വേണ്ട. നിങ്ങൾ നന്നായി കാണാന്നുള്ളതാണ് നമുക്കുള്ള ആകെയുള്ള സന്തോഷം. ദൈവമാണ് ഗഫൂർക്കെ ഞങ്ങൾക്ക് കാണിച്ചു. लेकिन नहीं हो समंदर है। ദുബായ്. कूद गए समुद्र में। उसे तो पहले से जानते भी नहीं थे। पहुंच तो गया वो किसी तरह से। അറബി ഡ്രസ് നനഞ്ഞിട്ടുണ്ടാവോ? अच्छा उसमें रखे हैं कपड़े उन्होंने रेजी में। അതെ വിജയ, നിന്റെ തമ്മി തല്ലി സ്വഭാവം നിർത്തിക്കോ. ഇത് നിന്റെ കേരളമല്ല, അറബി നാടാ. ये कपड़े पहने ये कपड़े भी लेके आए थे। अबे ये लोग कौन है? चोर तो नहीं? चोर है शायद। उन्हें लूटने की सोच रहे हो। वो सोच रहे होंगे ये वो हैं दुबई से आ रखे। अब दुबई के ही लोग हैं। നമ്മളെ തന്നെയാണല്ലോ അവന്മാര് നോട്ട് വിട്ടിരിക്കുന്നത്. അതെ, നമ്മളെ തന്നെ അവര് നോക്കുന്നത്. കടപ്പുറം മുഴുവൻ ഇത്രയും ബന്ദോബസ്ത് ഉണ്ടാവുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? അവന്മാര് പോലീസ് വേഷത്തിലല്ല. इस अरब में तो दुकान भी खोल सकते थे वो, नहीं? तो वहाँ ഒളിഞ്ഞു നോക്കുന്നത് എന്തിനാ? വിട്ടി നമ്മളിപ്പോ ഇന്ത്യക്കാരല്ല, നമ്മുടെ അറബി കുപ്പായം കണ്ട അവന്മാര് വരണ്ടിരിക്കാവും. അതുകൊണ്ട് ധൈര്യം വിദ്വാന് പൂഷണം. മുമ്പോട്ട് നടക്കാം. നീ പോ. നീ നടക്കാം. നീ പോ. നീ उनके पास बैठे चाहिए। നമ്മുടെ അറബി വേഷം കണ്ടിട്ട് അവന്മാർക്ക് ഒരു കുലുങ്ങാത്ത ഏതെങ്കിലും ഇന്ത്യക്കാരായിരിക്കും. അയ്യോ, പിന്തുടരുകയാണല്ലോ നമ്മളെ. कैसे करें पीछे से? നമുക്ക് कहीं ये कुछ बैग एक्सचेंज करने के लिए तो नहीं आ रहे? ये कोई और तो नहीं समझ रहे कहीं। ओह उसने बैग पकड़ा। अबे उसका बैग लेके अबे पुलिस आ गई। वो जो था ना गफूर, उसने शायद इन लोगों से बात करके थी होगी ना कि दो लोग आएंगे वहाँ पे, फिर उन्हें तुम बैग पकड़ा देना, उनका बैग ले लेना। कि ऐसे कुछ तो नहीं है
क्या था उसने, या फिर वो कुछ और समझ रहे होंगे वो लोग। उस बैग में क्या है? उनके कपड़े होंगे फिर तो। उनके बैग में तो उनके कपड़े वगैरह ही होंगे, शायद इन्हें गलतफहमी हुई होगी इन दोनों को। अच्छा വാ. അവസാന നിമിഷം ഇങ്ങനെയൊന്നും പോലീസ് ചാടി വീണു. എന്നിട്ട് ये कहीं भागम भाग की तरह तो नहीं हो रहा। ഒരറബി ചുണ്ടത്ത് സിഗരറ്റ് ഇത് വെച്ചു. ഭയങ്കര- ഞാനത് കത്തിച്ചു കൊടുത്തു. ആ, അതായിരുന്നു അത് നമ്മുടെ बाद में സിഗ്നൽ. ये നമ്മുടെ से പെട്ടി लिया അങ്ങോട്ട് കൊടുത്തു, അവരുടെ പെട്ടി ഇങ്ങോട്ട് തന്നു. പക്ഷെ പെട്ടി തരാൻ उसमें भी ऐसे होता है ना। ഡോളറെവിടെ? Stupid. Cash എവിടെ നീ വെച്ചത്? इन्हें गलतफहमी हो गई ഞാനത് കത്തിച്ചു കൊടുത്തു. हाँ, किसी और से लेने था इन्हें रुपए, इन्होंने उनको उनसे ले लिए। ആ എന്താണ്? എപ്പോ? എവിടെ വെച്ച്? $50,000 രണ്ട് അറബികളെ പോലീസ് പിടിച്ചു. അപ്പോൾ ഞങ്ങൾ കൊണ്ട് അറബികൾ എങ്ങനെ സിഗ്നൽ കറക്റ്റായി? $50,000 शायद उनके पास चले गए। सीआईडी समझ അഭിമാനം. നമ്മുടെ ऐसे होते രഹസ്യ हैं। സിഗ്നൽ പോലും അവർ वैसे പിടിച്ചു. भागम भाग में नहीं समझता हूँ, पुलिस वाला समझता है। ഒറ്റയടിക്ക് 6 ലക്ഷത്തോളം जिनके पास थे रुपए ने पकड़ लिया पुलिस ने। അതൊക്കെ പിന്നെ ഇവിടെ ചോർക്കാൻ പാടില്ല, അത് അപകടമാണ്. खोल में दे बैग को, इसमें ड्रग्स हो गया। ഞാൻ പറയുന്ന പോലെ നീ കേക്കോ? ഞാൻ ശ്രമിക്കാം. दुबई गए? दुबई है कि नहीं है ये? सब हंस रहे हैं उनको देख के। നമ്മുടെ ഭാഷ ശരിയല്ല. मुझे लग रहा है दुबई नहीं है, उसने शायद कहीं और भेजा इन्हें। दुबई लगिन रहे हमें काम मुंबई शहर में भेज देंगे शायद। हमारे इंडिया में ही ऐसा है कि किसी शहर में। अच्छा, उसने इन्हें तमिलनाडु भेज दिया शायद। कहेंगे कितना चालाक था वो। इन्हें तब से ये लग रहा है कि हम दुबई में इंडियन में ശ്രീ വിശാലൻ ചിറ്റ് ഫണ്ട്. ये लग रहा है हम दुबई में। തുറന്ന് നോക്കടാ. कैसे बेवकूफ बनाया उसने इन्हें। ഭാഗ്യരാജൻ രാധേ. ദാ, ആ കള്ളൻ ഗഫൂർ നമ്മളെ ചതിച്ചു. ഗഫൂർക്ക് ചതിക്കൊന്നുമില്ല. മദിരാശി വരാനാ? അത് തന്നെയാ ഞാനും ചോദിക്കുന്നത് നിന്നോട്. നീ എന്നോട് മിണ്ടോ? ഞാൻ എന്നോട് മിണ്ടുന്നില്ല. बेवकूफ है। जैसे बैंक से लोन मिला था तो उससे दुकान भी खोल सकते थे नहीं? जबरदस्ती उठा रहा है। अबे भीड़ लग गया उसके। ये तो नहीं जाने दे रहे। ये तो बैंक, उनका बैग छींटे से थे। कैसे लोग बैठने नहीं जा रहे, जबरदस्ती उन्हें खींच रहे। ഇരിക്ക് പോയെന്ന് കാണുന്നുണ്ട്. അങ്ങോട്ട് ചെല്ലേ, അവരോട് കളിച്ചാൽ നിന്റെ എല്ല് പോലും കിട്ടില്ല. നമുക്ക് നോക്കാം. अदायर पार्क। അടയാർ. अच्छा ये शायद होटल है। होटल में क्यों चले गए? इनके पास रुपए हैं कि नहीं है? ചിലപ്പോ നമ്മുടെ कपड़े चेंज करने का सोच रहे हैं। Good morning, sir. Can I help you? ഹെൽപ്പ് നോ യെസ് See, we need a suite. Yes. Before that, टॉयलेट में जा रहे हैं। ये वो भी वही है, वही लोग।
അതുപോലെ CID ആണെന്ന് കാര്യം ഒരു ബോസ് റിസപ്ഷൻ അവര് നിങ്ങളെ കണ്ടോ? ഇല്ല. പിന്നെ നിങ്ങളെ എന്തിനും ഇങ്ങോട്ട് കെട്ടിയെടുത്തു? എന്നെ കൂടെ അകത്താക്കണോ? ആനന്ദൻ നമ്പ്യാരെന്നുള്ള പേര് ശബ്ദിച്ചു പോലും പിടിക്കപ്പെട്ടില്ലെങ്കിൽ ആ CID-മാരുടെ ഓരോ നീക്കങ്ങളും എടുക്കുന്നുണ്ടോ? सूटकेस हैं? इन्होंने कपड़े कैसे किए चेंज? वो वाला बैग तो वहाँ चला गया था उनके पास, क्या पता अंदर से पहने रहे होंगे ना। हाँ, ये हो सकता है, खुल गया। उसमें वो है शायद कांचा, ड्रग्स से होगा उसमें ना, अभी नहीं पता नहीं होगा। വല്ല വിഷമാണെന്ന് നോക്ക്, കലക്കി കുടിച്ച് അങ്ങ് ചത്ത് കളയാം. പൗഡർ ഞാൻ വല്ലതും ചെയ്തു. ഓ ഇത് ഡ്രഗ്സ് മയക്ക് മരുന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു. ഡ്രഗ്സ് പറഞ്ഞാ പുറത്ത് ഇവൻ നമ്മുടെ കൈ വന്നതാ. ഇവൻ നമ്മളെ കൊണ്ട് കൊലച്ചോറ് തീറ്റിക്കും. വിലപിടിപ്പുള്ള വല്ല മരുന്നുമാണെങ്കിൽ നമുക്ക് വിളിച്ചു പറയാം. ബാങ്കുകാരെ പറ്റിച്ചേ പശുവിനെ കൊണ്ട് കാളച്ചന്ത വിൽക്കുന്ന പോലെ അല്ല, നിരപരാധിത്വം തുറന്നു പറഞ്ഞു. अब ये बॉर्डर पुलिस के पास जाते हैं, वही करेंगे इसमें। इसी से लिया उन्होंने उसमें ना, भाग में What the hell are you doing inside? What do you look at? बैग तो वही छोड़ दिया उन्होंने। बैग में छोड़ेगा? नहीं ना छोड़ने के पास पुलिस के पास जा रहे हैं ना भैया, बैग को पहने। अब उन्हें और ज़्यादा यकीन हो गया कि CID होंगे। बेवकूफ़ है ये, बैग पुलिस के पास क्यों गए? पुलिस तो इन्हें अंदर डाल देगी जेल में। लॉकअप को देख रहा है। गांधी जी खुश क्यों हो रहा है? രണ്ടുപേരും കൂടെ രാവിലെ കടപ്പുറത്ത് നടക്കാൻ പോയപ്പോ രണ്ടുപേര് ഈ പെട്ടിയും കൈ തന്നിട്ട് ഓടിക്കളഞ്ഞു. അത് ഈ സാറിനോട് പറഞ്ഞിട്ട് സാറ് വിശ്വസിക്കുന്നില്ല. സാർ ഇക്കാലത്ത് ഒരു നല്ല കാര്യം ചെയ്താൽ അതാണല്ലോ പ്രതിഫലം. മിസ്റ്റർ വിജയൻ, ഐ ആം ദാസ്, രാംദാസ്. നിങ്ങൾ രണ്ടുപേർ മാത്രമാണ്. അയ്യോ, അപ്പൊ സത്യസന്ധതയ്ക്ക് ഇവിടെ യാതൊരു വിലയില്ലേ സാർ? ജാമ്യത്തിലെടുക്കാൻ ആരെങ്കിലും വരുത്തിയാൽ മതി. ചില എത്രയോ മലയാളികളുണ്ട്. കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു പരിചയക്കാരൻ, ഒരു നാട്ടുകാരെ ഉണ്ടെങ്കിൽ തന്നെ അവർക്കൊന്നും മേൽവിലാസം ഇല്ല. മേൽവിലാസം വലിച്ചെറിഞ്ഞ പോരായിരുന്നു. രാഷ്ട്ര സേവനത്തിന് ഇറങ്ങി. नाम मिलेगा जैसे भागम भाग भी नहीं होता है। PP ബാലൻ. ഓഹോ, ടാക്സി ഡ്രൈവർ ആണെങ്കിൽ ड्राइवर को बुलाएंगे, കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. फिर उसकी वजह से पुलिस मतलब उसमें भी ऐसे ही छोड़ती, उन्हें नहीं छोड़ती। ये सोचेंगे पुलिस चला गया। अभी उसे टैक्सी में बैठेंगे जिसको ढूंढ रहे हो। हाँ ये फालतू में डर रहे हैं। अच्छा, ये उसका जानने वाला है। 57 സീറ്റാണ് ആകെ ഫലം പ്രഖ്യാപിച്ചത്. चले
नहीं ये प्लीज എങ്ക പോണം എങ്ക डर गया ഒന്ന് തിരിഞ്ഞു നോക്കാൻ വണ്ടി വേഗം വിടൂ. എന്താ ഇത്ര തിരക്ക്? വല്ലവന് ചെറുപ്പക്കാരെ പോലെ അത്ര പെട്ടെന്ന് ഓടാൻ പറ്റില്ല. वो परेशान हो रही है अबे 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 സ്പീഡ് പോരെങ്കിൽ വേറെ വണ്ടി വിളിച്ച് പോടും. പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ തന്നെ ഞങ്ങൾ അവസാനിപ്പിച്ചാലേ. ആ അത് ശരി, അത്രയ്ക്കായോ? आए कैसा उसका दरवाजा ओ भाग गए पुलिस आ गई ബാലേട്ടാ ബാലേട്ടാ താനാ हैं पहचान ले ओ ഇവ ഓർമ്മയില്ലേ ബാലേട്ടന്റെ വീട്ടിലെ വെള്ളം കോരാനുള്ള തൊട്ടി കിണറ്റിപ്പോയപ്പോ ഞാൻ വന്ന് എടുത്തു തന്നത്? പാര വെച്ചിട്ടുള്ളത് അധികവും മലയാളികൾ തന്നെയാ. ആദ്യമൊക്കെ മലയാളം സംസാരിക്കുന്നവരെ കണ്ട സ്വർഗം കിട്ടിയത് പോലെയായിരുന്നു. പറഞ്ഞത് ഞാൻ പൊതുവെ പറഞ്ഞതാ. പിടിച്ചുപറിക്കാരൻ, കത്തിക്കുത്ത് കേസുകാരൻ, പെമ്പിള്ളേരെ പഴപ്പിച്ച് നാട് വിടുന്നവൻ, ഇങ്ങനെയുള്ള എല്ലാ സ്റ്റേഷൻ ചെന്നാ കാണാം കള്ളലക്ഷണമുള്ള മോന്ത, കയ്യിലൊരു എയർ ബാഗ്, ദിവസേന ജാഥയല്ലേ. ബാലേട്ടാ നിങ്ങളുടെ കാര്യമല്ല ഞാൻ ബാലേട്ടൻ എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷപ്പെടുത്തണം. ഞാൻ ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല, പിന്നെ ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തുന്നു. അത് രാമദാസ, നിന്റെ അച്ഛൻ നാരായണൻകുട്ടി ചേട്ടന് ഇത്രയും എടുക്കില്ലേ? ഞാൻ പിടിക്കാം. വേണ്ട, ഇതുവരെ ഞാൻ തന്നില്ലേ. क्या चीज है ऐसे घर जाकर रुकेंगे ஏன் இவ்வளவு லேட்டு? अच्छा तमिल बोल रही है இவங்கெல்லாம் யாரு? உனக்கு தெரியாது, ஊரில் இருந்து வந்திருக்கே. வா. अच्छा ऐसे तमिल भी आती है എന്ത്? ബാലേട്ടന്റെ ഭാര്യ ഒരു തമിഴത്തിയാണെന്ന് നാട്ടി വെച്ച് കേട്ടപ്പം വിശ്വസിച്ചില്ല. ആ वो क्या सर എന്ത് മേരയിലാവട്ടെ, നിങ്ങൾ അടുത്ത പരിപാടി എന്താ? നാളെ തന്നെ സ്ഥലം വിടല്ലേ? ഇത് ബാലേട്ടന്റെ സ്വന്തം വീട്. क्या बोल रहे हैं वही कह रहे ना कि आप हम लोग भी रह सकते हैं 8 लोगों की जगह सही है ओ कल भेज रहा हूँ उन्हें ഇത് വിളിക്കാം. ബാലേട്ടാ ഒരു മിനിറ്റ്, ഒരു കാര്യം പറഞ്ഞോട്ടെ. തൊന്തരപ്പെടുത്തല്ലേ? ബാലേട്ടാ വേറൊരു ആശ്രയം ഇല്ലാത്തതുകൊണ്ട് अच्छा सच्चाई बता रहा പാടം വരെ അമ്മയ്ക്ക് വിൽക്കേണ്ടി വന്നു. എന്നെങ്കിലും ഞാനൊരു കര പറ്റുമെന്ന് പാവ അമ്മ വിചാരിച്ചു. കുമാറിനെ പോലെ ഒരു ദിവസം പൊന്നും വാരി ഞാൻ അവിടെ ചെല്ലുമെന്ന അമ്മയുടെ വിചാരം. घर भेजा था ना इसकी पढ़ाई के लिए उन्होंने अच्छा एक കുഴമ്പ് छोटी ഉരുട്ടി job കുളിക്കാനുള്ള चाहिए കാശെങ്കിലും എത്തിച്ചു കൊടുക്കണമെന്നുണ്ട്. അത്രയുള്ള എൻ്റെ ആശ. अब कैसे रो रहा स्टार्टिंग कैसा किया उसने ആയാലും तभी तो गई इसकी जाओ നേരം വിളിക്കട്ടെ. वो जॉब ढूंढेगा शायद उसके लिए പുത്തമ്പുരയ്ക്ക് ബാലൻ ഒരുത്തന്നെ കാല് പിടിച്ചിട്ടില്ല, അറിയോ? കാശും പണവും ഇല്ലെങ്കിലും ഇവിടുത്തെ ആളുകളുടെ ഇടയിൽ ഒരു കാർ ഓടിച്ചു വരികയായിരുന്നു. നേരം വൈകിയത് കൊണ്ട് റോഡിൽ വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പഴയ ലാൻഡ് മാസ്റ്ററാ. ഹെഡ്ലൈറ്റിന് സൂചാലിലൊരു മനുഷ്യൻ ഊർദ്ധശ്വാസം വലിക്കുക. ചോര ഒരുപാട് പോയിട്ടുണ്ട്. ഞാൻ അയാളെ വലിച്ചു വണ്ടിക്കകത്ത് ഇട്ടു. പിന്നെ ആ മനുഷ്യനെ കാണാൻ നമ്മളിപ്പോ ऐसा പോകുന്നത്. गलती बोलता Yes, come in. इसके आदमी आ जाए अच्छा ये तो उनके पास लेकर इसी के पास लेकर चला गया ना എന്തൊക്കെയാണ് ബാല ഈ പാവപ്പെട്ടവനൊക്കെ താൻ ये तो लेकर चीजें करता है इसी की जान बचाई थी शायद इसने ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കുകയാണെങ്കിൽ ക്ഷമിക്കണം. താൻ കാര്യം പറ ബാല. രണ്ടാൾക്കും എന്തെങ്കിലും ഒരു ജോലി. हंसने लगे समझ में नहीं आ रहा क्या हो रहा है വിദ്യാഭ്യാസമൊക്കെ ഉണ്ടല്ലോ.
ഞാൻ ബികോം പാസ്സായിട്ടുണ്ട്, ഫസ്റ്റ് ക്ലാസ്. ഇവൻ പ്രീ BSc പ്രീഡിങ്. ഇന്ന് തന്നെ ഈ ദാസന്റെ കാര്യ എനിക്ക് പ്രധാനം. എന്റെ കാര്യവും ബാലേട്ടന് വളരെ പ്രധാനമാണ്. अच्छा गोडाउन അതൊക്കെ ബുദ്ധിമുട്ടാവില്ല. അത് നിനക്കൊരു ബുദ്ധിമുട്ടാവില്ല. അതിനുള്ള വിദ്യാഭ്യാസമല്ലേ ഉള്ളൂ. മുതലാളി പറഞ്ഞത് കേട്ടാ മതി. അത് മതി. അപ്പോ നാളെ अभी तो इन्हें उसके बारे में पता ही नहीं है और उसके आदमी देखेंगे अगर इन्हें वहाँ तो ये तो फिर उसको बता देंगे. ഇവന്മാരെ നാട്ടിൽ നിന്ന് വന്ന് ആ ഇവൻ കാണിച്ചു തരും. ഇനി ഞാൻ നിങ്ങളുടെ കൂടെ വന്നാ എന്റെ കഞ്ഞൂടി മുട്ടും. ഒന്ന് മാറിക്കടോ. उसका दरवाजा कैसे खोल रहा है? पहले ऐसे आते थे पहले गाड़ी के दरवाजे से. क्या बोल रहे? അതെ 1500 सोच रहा है. അതൊന്നും പോരാ. നിനക്കിപ്പോ ഒരു 5000 രൂപ കിട്ടും, മറ്റവനൊരു 4000 രൂപ കിട്ടും, ये 5000 4000 बोल रहा है. ഒരു 500 രൂപ കിട്ടും. 500 രൂപ? അയ്യേ. സൗകര്യം ഉണ്ടെങ്കിൽ പോയാ മതി. അല്ല ഞാൻ 500 है बस. ഇവരുടെ ചോറിനുള്ള ഒരു വയറും ഇളിഞ്ഞൊരു മോന്തയുണ്ട് സ്വന്തമായിട്ടല്ലേ? അതെ. रुपए मांगने चाह रहा उससे. ഏത് ടൈപ്പ് വീട് വേണമെന്ന് ചോദിക്കുന്നു. ആ വീട് നല്ല വീടായിരിക്കണം. क्या बोल रहे? അറ്റാച്ച്ഡ് ആവണം. പൂജാമുറി ആയിക്കോട്ടെ. വീടിന്റെ മുൻവശം കാണാൻ ഒരു ചേല് വേണം, നല്ല പൂന്തോട്ടവും. മാസം ഒരു 2000 രൂപ വാടകയാവും. बैंक. അഞ്ഞൂറിന്റെ ഇനിയും താഴട്ടെ. 1000. കുറച്ചുകൂടെ താഴെ. 750. കുറച്ചുകൂടെ കുറയ്ക്ക്. 500. 150. 150 वाला 150. 2 ബെഡ്റൂം, അതെ. കാറ് കയറ്റിയിടാനുള്ള സ്ഥലം. 150 में तो सब कुछ चाह रहे हैं. ഈ വീടിന് ये 175 രൂപയാ 150 ചോദിക്കുന്നത്. वाला. ഒരു பிரமாதமா இருக்கேன்னா நீங்க 2 பேரு தானே. இங்க சமையல் பண்ணலாம். ചമയൽ അപ്പൊ മലയാള വാക്കൊന്നും വലിയ വശമല്ലേ? എന്തൊന്ന് മലയാള ആസാന് എങ്ങനെങ്കിലൊക്കെ പേടക്കണം, അത്ര തന്നെ. நோக்கமல்ல, உங்கள் ஆரோக்கிய வளர்ச்சிக்காகவே அரசு இப்படி ஒரு முடிவெடுத்திருக்கிறது. எனவே வீடுகள் அத்தனையும் போன காலத்திலே பட்டா இல்லாமல் கட்டப்பட்டது. அரசு இனிமேல் அதை அனுமதிக்க மாட்டார்கள். വീടുകളൊക്കെ കാലിയാണെന്നല്ലേ അയാള് പറയുന്നത്? खाली करने അതൊക്കെ के അങ്ങനെ लिए बोल रहा കിടക്കുന്നേ. है. ആര് കാലി ചെയ്യാനാ? ആരെ പ്രസംഗിക്കുന്ന ആള്? അവര് പെരിയ നിങ്ങൾ വാ, നമുക്ക് ഹൗസ് ഓണറെ खाली करने के लिए बोल रहा है गवर्नमेंट ने, तो खाली करना पड़ेगा. വളരെ ശ്രദ്ധിച്ചു തന്നെ ഞാൻ ഓഫീസിനകത്ത് കയറി. उसी का आदमी आ रखा हुआ है. अब वो देखेगा उन दोनों को तो फिर ही निकाल देगा ना जॉब से. ചുവരുകളെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലവാ. ആ സിഐഡികളെ ശരിപ്പെടുത്തുന്നവരെ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചേ പറ്റൂ. അത് ഞാൻ ഏറ്റു. आ गया उसने देखा नहीं. ജോലി എന്താണെന്ന് അറിയാതെ ഞാൻ പുറത്ത് നിൽക്കുകയായിരുന്നു. ഓ ഐ സീ. अच्छा Yes, sir. सुबह This gentleman will help you, Miss Radha. He's BCom, first class. Yes. ओह इतना बड़ा ऑफिस है उसका.